ലൈറ്റ്, അലങ്കാര വസ്തുക്കൾ, പാത്രങ്ങൾ, അങ്ങനെ മുളയിൽ തീർത്തത് ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ. 180 സ്റ്റാളുകളിലായി കേരളത്തിൽ നിന്നും 300-ഉം 10 സംസ്ഥാനങ്ങളിൽ നിന്നുമായി 50ഓളം കരകൗശല പ്രവർത്തകരും മുള അനുബന്ധ സ്ഥാപനങ്ങളുമാണ് 21ാമത് കേരള ബാംബു ഫെസ്റ്റിൽ പങ്കെടുക്കുന്നത്. ഭൂട്ടാനിൽ നിന്നുമുള്ള ബാംബു കരകൗശല നിർമ്മാതാക്കളും മേളയുടെ ഭാഗമാണ്. മുളയിൽ ഇത്രയേറെ വൈവിധ്യങ്ങൾ തീർക്കാനാകുമോ? ഏവരിലും ആശ്ചര്യമുളവാക്കും വിധമാണ് ഓരോ വസ്തുക്കളുടെയും നിർമ്മാണം. പാരമ്പര്യ നെയ്ത്ത് തൊഴിലാളികളും മേളയുടെ ഭാഗമാണ്. ദുരിതങ്ങൾക്കിടയിലും തങ്ങളുടെ തൊഴിലിൽ സന്തുഷ്ടരാണിവർ. വിറ്റ് അഴിക്കാനുള്ള ഒരു മാർക്കറ്റില്ല ഞങ്ങൾക്ക്. അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടിലും വിഷമത്തിലാണ് ഞങ്ങളിപ്പോൾ കഴിയുന്നത്. പിന്നെ ഇപ്പം ഒരു വരുമാനത്തിൽ എത്തിയില്ല. വർഷത്തിൽ ഒരു പ്രാവശ്യം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. സ്ഥിരമായി നിത്യം ഒരു തൊഴിലായിട്ട് വേണ്ടേ. ഏലയ്യ ഏലയ്യ ഏലേലയ്യ കതിരനുദീക്കുമ്പോൾ കത്തിയും തോക്കുമാ. മേളയുടെ ഭാഗമായി മുണ്ടക്കൈ ചൂരൽമല നിവാസികളും. ലക്ഷ്യം അതിജീവനമെന്ന് ദുരന്ത ബാധിതർ. വയനാട് എഫക്റ്റഡ് ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ നിന്നുപോയി. പിന്നെ ഇപ്പോൾ ഓർഡറും ഇല്ല, കാര്യങ്ങളും ഇല്ല. ഇപ്പോൾ ഓർഡർ വന്നാൽ നമുക്ക് ഈ ഒരു വർക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരിക്കലും ഇനി ചൂരൽമല പറ്റില്ല. മേളയുടെ പ്രധാന ആകർഷണമാണ് റൈസം ഇൻസ്റ്റലേഷൻ. ഉയിരുകൾ ഉരുളെടുത്തുവെങ്കിലും മണ്ണിനടിയിലെ മുളവേരുകൾ പോലെ വയനാട് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള സൂചന. വയനാട് തകർന്നു പോയൊരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. അപ്പം ജീവിതം തിരിച്ചു പിടിക്കും, വയനാടിൻ്റെ എക്കണോമിയും അവിടുത്തെ ജീവിതവും കൂടുതൽ കരുത്തോടുകൂടി തിരിച്ചു വരും എന്നുള്ള ഒരു പ്രോമിസ്, ഇറ്റ്സ് എ സൈൻ ഓഫ് പ്രോമിസ് എന്നുള്ള നിലയിൽ കൂടിയാണ് സംസരായനെ നമ്മൾ ഷോക്കേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. പ്രദർശനം മാത്രമല്ല, വൈകുന്നേരങ്ങളിൽ മുളവാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള സാംസ്കാരിക പരിപാടികളുമുണ്ട്. മുള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുള്ള ഭക്ഷ്യവസ്തുക്കളുടെ സ്റ്റാളുകളും മുള നഴ്സറികളും ഈ മാസം 12 വരെ നീളുന്ന മേളയിലുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.